ഹലോ, ഗുഡ് ഈവനിങ്. ടൺ കണക്കിന് ലവും ടൺ കണക്കിന് റൊമാൻസുമായി ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീണു. പ്രണയത്തെക്കുറിച്ചും പ്രണയ ഗാനങ്ങളെക്കുറിച്ചും ലവ് ബൈറ്റ്സിൽ നമ്മൾ സംസാരിക്കാറ്. ഇന്നെനിക്കൊരു കൊച്ചു പ്രണയ കഥ പറയാനുണ്ട്. അവരാദ്യമായിട്ട് മീറ്റ് ചെയ്തത് 2007. അന്ന് അവളുടെ ജീവിതത്തിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവരാണ് ഒന്നിക്കേണ്ടതെന്ന്. ചുറ്റുമുള്ള ആരെയും ശ്രദ്ധിക്കാതെ അവർ പ്രണയിച്ചു. അവൻ അവളുടെ പേര് അവൻ്റെ കയ്യിൽ പച്ചകുത്തി. KAREENA, കരീന. ഇപ്പതാ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ പ്രണയം പൂർത്തീകരിക്കാൻ പോവാ. എന്നാലും എന്തിനാ ഇവർ ഇത്രയും നാളും ആ പ്രണയം നീട്ടിവെച്ചേ? ഒന്നാക്കാൻ എന്താ താമസിച്ചേ? ചോദിക്കുമ്പോൾ അറിയാലോ അതിൻ്റെ ഉത്തരവ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ 12 മണി വരെ. സെലിബ്രിറ്റി ആണോ എന്തെങ്കിലുമൊക്കെ റൂമർ കേൾക്കും എന്നതാ ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പൊ സെയ്ഫ് അലി ഖാനെയും കരീന കപൂറിനെ എടുത്തേ. പ്രണയം തുടങ്ങിയ നാള് മുതൽ റൂമേഴ്സാ. ഏറ്റവും പുതിയ റൂമർ എന്താ? ഒക്ടോബർ 16 ഇവർ കല്യാണം കഴിക്കുമെന്ന്. വി ആർ ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് ഇവരെന്ന് പറഞ്ഞു അന്ന് മുതൽ മീഡിയ അവരുടെ പുറകെ എന്നാ കല്യാണം കഴിക്കുന്നതെന്ന്. കല്യാണം നീട്ടിവെച്ചതിന് ചുറ്റുമുള്ളവരും പല റീസൺസും കണ്ടുപിടിച്ചു. അവസാനം സെയ്ഫ് തന്നെ അതിന്റെ റീസൺ പറഞ്ഞു. കല്യാണം കരിയറിനെ എഫക്ട് ചെയ്യത്തില്ല എന്ന് എല്ലാവരും പറയും, പക്ഷെ ഇൻ റിയാലിറ്റി എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ കല്യാണം ഞങ്ങൾ നീട്ടിവെച്ചതെന്ന്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു ഇതൊന്ന് ചുരുക്കി പറയട്ടെ. കരിയറിന് വേണ്ടിയിട്ട് പ്രണയം നീട്ടിവെക്കാൻ വരെ ആൾക്കാർ ഇപ്പൊ തയ്യാറാ. അങ്ങനെയാണോ? ഓരോ റിലേഷൻഷിപ്പും എത്ര സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. പലരുടെയും പ്രശ്നങ്ങൾ കണ്ടു പേടിച്ച് ചുറ്റുമുള്ളവർ പ്രണയിക്കണ്ടെന്ന് വരെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ക്ലബ് എഫ്എമ്മില് ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു കണ്ടിട്ടുമുണ്ട്. പ്രണയിക്കാതിരിക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കാമെന്നാ അന്നും എനിക്ക് തോന്നിയേക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കരിയറിന് വേണ്ടിയിട്ട് പ്രണയം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ഇതാ ഇന്നത്തെ പോൾ ക്വസ്റ്റ്യൻ: കരിയറാണോ പ്രണയമാണോ കൂടുതൽ പ്രധാനം? പിന്നെ ഈ പോളിന് ആൻസർ പറയാൻ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ കണ്ടു കാണും ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. ഐഡിയ പാർട്ടി വിത്ത് ബാച്ചിലർ പാർട്ടി എന്നാണ് അതിന്റെ പേര്. അതിന് 3 സെഗ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, അവിടെ ചെന്നിട്ട് ദി മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ 2012 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 2, കേരളത്തിലെ ബെസ്റ്റ് ബാച്ചിലർ ആണോ നിങ്ങളെന്നറിയാം. അതിനുള്ളൊരു കോൺടെസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഗ്യാങ് ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ലക്കി വിന്നേഴ്സിന് ക്ലബ് എഫ്എം നടത്തുന്ന ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുക്കാം. എനിക്ക് നിന്നെ ഇഷ്ടം. അത് ഇനിയും എൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാനത് നിന്നെ അറിയിക്കുക എന്ന് നേരിട്ട് പറയണമെന്ന് എല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും പറ്റാറില്ല. ഇന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ ആ ഇഷ്ടം അറിയിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. എൻ്റെ റീണുന്റെ കൂടെ. കേട്ടു നോക്കാം. ഹായ് രേണു, എനിക്കൊരു കുട്ടിയെ കുറച്ച് നാളായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ അത് തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് പറയാനുള്ളൊരു ആഗ്രഹം ഇങ്ങനെ കുറെ നാളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. പക്ഷെ എനിക്ക് നേരിട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലൂടെ അത് അറിയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത് ബസ്സിലാണ്. ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി ഞാൻ ജോലി ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ വന്നപ്പോ എന്തോ ഉള്ളിനുള്ളിൽ ചെറിയൊരു ആദ്യം തോന്നിയിട്ടായിരുന്നു. അതൊന്നും കൂടി ഒന്ന് വലുതായി. പിന്നെ സ്ഥിരം കാണലായി. ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. 2-3 പ്രാവശ്യം സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇഷ്ടമായതുകൊണ്ടായിരിക്കല്ലോ ആളോട് സംസാരിക്കാനും എനിക്ക് ഭയങ്കര ചമ്മലാണ്. അവളിത് കേൾക്കുന്നുണ്ടെ അവൾക്ക് മനസ്സിലായിണ്ടാവും അവളാണെന്നുള്ളത്. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ആരോടെങ്കിലും പറയണോ എനിക്ക് നിന്നെ ഇഷ്ടമാണ്? അങ്ങനെയാണെങ്കിൽ 56070 ഒരു മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ പേര്,
ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ടൺ കണക്കിന് ലവ്.